കേരളത്തിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവും വിദ്യാഭ്യാസ മന്ത്രി തമ്മിൽ പൊരിഞ്ഞ പോരും. അതാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന ഇറക്കുന്നു, അതിന് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവ് വേറെ പ്രസ്താവന ഇറക്കുന്നു. കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് നിയമസഭയിൽ അണ്ടർവെയറൊക്കെ ഇട്ടിട്ട് ടേബിളിനോണ്ടിൽ കയറി ഇരുന്നിട്ട് വിപ്ലവം ഉണ്ടാക്കിയെന്നും ആരാണ് ഗോഡ്വാക്കറിൻ്റെ ഫോട്ടോയിൽ നട്ടിൽ വളച്ചിട്ട് നിന്ന് തൊഴുത എന്നൊക്കെ കാര്യം കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. അത് വെറുതെ മാധ്യമങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആക്കാവുന്നേ ഉള്ളൂ. പിന്നെ മറന്നുപോയ കാര്യങ്ങൾ ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുക. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുക. അപ്പം നിങ്ങൾ ജനങ്ങൾ മറന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കുത്തി ഓർമ്മിപ്പിക്കുമ്പോൾ അവർക്ക് തുറന്നു വരും. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇത് ട്രോളുകളാവും, അല്ലെങ്കിൽ പാർട്ടി ഗ്രൂപ്പുകളിൽ ആ പാർട്ടിക്കാരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ, പ്രതിപക്ഷ പാർട്ടിയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും, ഭരണപക്ഷമാണെങ്കിൽ അവർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് വെറുതെ അങ്ങനെ നിൽക്കാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ